പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധരായ കൊടും ഭീകരന്മാരെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്നുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഒരു പരിപാടിക്കിടെ ലഷ്കർ ഇ തൊയ്ബ ഭീകരനായിട്ടുള്ള റിസ്വാൻ ഹനീഫ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ മാത്രം ഏതാണ്ട് 30ഓളം ടോപ്പ് ഭീകരന്മാർ കഴിഞ്ഞ 4 വർഷത്തിനിടെ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഈ ആക്രമണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണെന്നുമാണ് ഈ റിസ്വാൻ ഹനീഫ് ഈ പൊതുപരിപാടിക്കിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റോ ആണ് എന്ന ആരോപണം നേരത്തെ തന്നെ പാകിസ്ഥാനും ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ത്യ അതിനെ നിഷേധിക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് കാരണമെന്നും അതിന് തെളിവുകളൊന്നുമില്ലാതെ ഇന്ത്യയെ പഴിക്കരുത് എന്നുമാണ് ഇന്ത്യ എപ്പോഴും നിലപാടെടുത്തിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ളതിന് ഒരു തരിമ്പ് തെളിവ് പോലും സംഘടിപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആ ആരോപണം ശക്തമാക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇന്ത്യയാണ് ഇതിന് പിന്നിൽ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് പാകിസ്ഥാൻ ആരോപിക്കാറുണ്ട്. അതേ ആരോപണം തന്നെയാണ് ഇപ്പോൾ ലഷ്കർ ഭീകരനായ റിസ്വാൻ ഹനീഫും ഉയർത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇത്തരത്തിൽ അജ്ഞാതരുടെ ആക്രമണം സംഘടനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പെഷവാറിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലുമെല്ലാം ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നു. ഈ നഗരങ്ങളെല്ലാം കനത്ത സുരക്ഷാ വലയത്തിലുള്ള നഗരങ്ങളാണ്. എന്നിട്ട് പോലും ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ലഷ്കർ ഭീകരന്മാർക്ക് കനത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിലും റാവൽകോട്ടിലും ഇത്തരത്തിൽ അജ്ഞാത സംഘം ഭീകരന്മാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അജ്ഞാതർ മോട്ടോർ ബൈക്കുകളിലാണ് എത്തുന്നത്. ഇവർ ഈ പറയുന്ന ഇവർ ലക്ഷ്യമിടുന്ന ഭീകരന്മാരെ അവരെ കൃത്യമായി തന്നെ സ്കെച്ച് ചെയ്യുന്നു. അവരെ എവിടെ വെച്ച് കൃത്യമായി കൊല്ലാമെന്നതിനെക്കുറിച്ച് വ്യക്തമായ പദ്ധതി തയ്യാറാക്കുന്നു. ഈ പദ്ധതി അനുസരിച്ച് അവർ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് നിറയൊഴിക്കുന്നു. അതിനുശേഷം ഇവർ പിന്നീട് അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്നോ ഈ കൊലപാതകം നടത്തിയ മോട്ടോർ സൈക്കിളിൽ വന്ന അജ്ഞാതന്മാർ ആരാണെന്നോ മഷിയിട്ട് നോക്കിയിട്ടും പാകിസ്ഥാൻ ഭരണകൂടത്തിനോ പാകിസ്ഥാൻ സൈന്യത്തിനോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കൊലപാതകങ്ങളുടെ പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഈ അജ്ഞാത സംഘം ആക്രമിക്കുന്നവരെല്ലാം ഇന്ത്യയിൽ ഒരു കാലത്ത് ഭീകരപ്രവർത്തനത്തിന് സജീവമായിട്ടിരുന്നതിന് ശേഷം പിന്നീട് പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചവരായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോഴും ഭീകരപ്രവർത്തനം നടത്തുന്നതിനായി, ഇന്ത്യയിൽ അതിർത്തി കടത്തി ഭീകരന്മാരെ പറഞ്ഞയക്കുന്നതിനായി ഇപ്പോഴും സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയടക്കം വളരെ നിശിതമായി നടത്തിക്കൊണ്ട് ഇന്ത്യൻ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് അജ്ഞാതന്മാർ ലക്ഷ്യമിടുകയും കൊല്ലുകയും ചെയ്യുന്നത്. ഈ അജ്ഞാതന്മാരുടെ ആക്രമണം ലക്ഷ്യം തെറ്റാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആക്രമണം ഉണ്ടായാൽ പിന്നെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളവർ 1-2 പേർ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും അപ്പോൾ തന്നെ ഒന്നുകിൽ മരിക്കുന്നു, ഇല്ലെങ്കിൽ ചികിത്സയിലിരിക്കുമ്പോൾ മരിക്കുന്നു. ഈ രീതിയിലുള്ള അജ്ഞാതരുടെ ആക്രമണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലഷ്കർ ഭീകരൻ തന്നെ സ്വമേധയാ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് ലഷ്കർ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ത്യക്കുള്ളിൽ ഭീകരവാദികളെത്തി നിരപരാധികളായ ആളുകളെ കൊന്നിട്ട് പോയാൽ പോലും പാകിസ്ഥാനെതിരെ ചെറുവിരൽ മുമ്പ് ഇന്ത്യ അനക്കിയിരുന്നില്ല. കാരണം ഇന്ത്യ സമാധാനത്തിൻ്റെതായ ഒരു രാജ്യമായിരുന്നു. പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് പോലെ ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ 2014 ശേഷം സ്ഥിതിഗതികൾ മാറി. ഇന്ത്യയെ തൊട്ടാൽ തിരിച്ചും തൊടുമെന്ന ഒരു നയം ഇന്ത്യ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യയെ വിറപ്പിച്ച ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ ഇപ്പോൾ ലിസ്റ്റിട്ട് കൊല്ലുകയാണ് അജ്ഞാതന്മാർ. ഈ അജ്ഞാതന്മാർ എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യ ചില വിവരങ്ങൾ പറയുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നിരവധി ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിയിട്ടുണ്ട്. ഈ ഭീകര സംഘടനകൾ വളരുകയും പിളരുകയും ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഗ്യാങ്ങുകളായി ഇവർ മാറിയിട്ടുണ്ട്. ഈ ഗ്യാങ്ങുകൾ തമ്മിൽ പിന്നീട് പ്രശ്നങ്ങളും കുടിപ്പകകളും ഉണ്ടായി. അവർ പരസ്പരം കൊന്നു തീർക്കുന്നു. ഇതാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അല്ലാതെ ഇന്ത്യ ഇത്തരം കൊലപാതകങ്ങളൊന്നും നടത്തുന്ന രാജ്യമല്ല. ഇന്ത്യ ഒരു കാരണവശാലും നിയമവിധേയമല്ലാത്ത ഒരു കാര്യവും ചെയ്യുന്ന രാജ്യമല്ല. ഇന്ത്യ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീകര സംഘടനകളെ ഉപയോഗിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാനെതിരെ എന്ന് മാത്രമല്ല ഒരു രാജ്യത്തിനെതിരെയും ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഇന്ത്യയുടെ പരസ്യമായ നിലപാട്. പക്ഷേ ഈ ആരോപണങ്ങൾ
വിവരങ്ങൾ കൃത്യമായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളിലേക്കാണ് വന്നു പതിക്കുന്നത്. ഇപ്പോൾ ലഷ്കറും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ലഷ്കറിൻ്റെ ഈ പറയുന്ന ഭീകരൻ്റെ പ്രസ്താവന തെളിയിക്കുന്നതും അതുതന്നെയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇത് ചെയ്യുന്നത് എന്ന് തന്നെയാണ്. ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകങ്ങൾക്കൊന്നും ആരാണ് ചെയ്തതെന്നോ ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നോ കണ്ടെത്താൻ കഴിയില്ല. യാതൊരു തെളിവുകളും അതിനുണ്ടാവുകയുമില്ല. അതുകൊണ്ടാണ് ലഷ്കർ ഇ തോയ്ബയും പാക് ഭരണകൂടവുമെല്ലാം നിരന്തരം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കുന്നത്. പക്ഷേ തെളിവുകളില്ലാത്തത് കാരണം അവർക്ക് ഇന്ത്യയുടെ മറുചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്ത കാലത്ത് കാനഡയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. കാനഡയിൽ കൊല്ലപ്പെട്ട ഒരു ഖാലിസ്ഥാൻ ഭീകരവാദി, ആ ഭീകരവാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്ന് കനേഡിയൻ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും പിന്നീട് വഷളാക്കുന്ന സാഹചര്യമുണ്ടായി. തെളിവുകളില്ലാതെ ഇന്ത്യക്കെതിരെ ഇങ്ങനെയൊന്നും പറയരുത് എന്നാണ് ഇന്ത്യ അന്ന് കാനഡയ്ക്ക് കർശനമായ നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കാനഡ ഒരു അന്വേഷണ സമിതിയൊക്കെ നിയോഗിച്ചിരുന്നു. പക്ഷേ ആ അന്വേഷണ സമിതിയും പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യ തന്നെയാണ്, പക്ഷേ തെളിവുകളൊന്നുമില്ല എന്നാണ്. അതായത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാക്കപ്പെട്ട ഒരു വർഷങ്ങളാണ് കടന്നുപോയത്. എന്തായാലും 4 കൊല്ലം കൊണ്ട് 30 ലഷ്കർ ഭീകരന്മാരെ, ഇന്ത്യ വിരുദ്ധ ഭീകരന്മാരെ വകവരുത്തി എന്ന കണക്ക് ലഷ്കർ തന്നെ ഇപ്പോൾ പുറത്തുവിടുകയാണ്.